ഹലോ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹൈജീൻ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ പീരിയഡ്സ് ഹൈജീനെ കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. അതിന് പകരം ഞാൻ കുറച്ച് ഷോർട്സ് ആയിട്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് ബിസി ആയിട്ടായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ് ടൈമിൽ എല്ലാ ദിവസവും വൃത്തിയായിട്ട് 2 times എങ്കിലും കുളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്സ് അത് അത്യാവശ്യം നല്ല ബ്രാൻഡും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡ്സ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അതായത് പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 4 മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് പാഡ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നല്ല ബ്ലീഡിങ് ഉണ്ട്, നമ്മളൊരു പാഡ് യൂസ് ചെയ്തു പീരീഡ്സ് ടൈമിൽ, അപ്പൊ നല്ല പോലെ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 to 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല പോലെ വെള്ളം കുടിക്കണം. ഒരുപാട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോണതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ മെൻസ്ട്രൽ കപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ. അല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വൃത്തിയോടെ നല്ല ഹൈജീൻ ആയിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലോത്ത്സ് പാഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കുളിക്കുന്ന കാര്യം പറഞ്ഞു, 2 നേരം നല്ല വൃത്തിയായിട്ട് കുളിക്കുക. അതിനോടൊപ്പം തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഒരുപാട് ഇറുകി പിടിച്ച ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ പീരീഡ്സിൽ ചെയ്യണം. അതേപോലെ തന്നെ പ്രോപ്പർ എക്സസൈസ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പൊ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പാഡ് എനിക്ക് അത് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആണ് അത് യൂസ് ചെയ്യുമ്പോഴത്തേനും. ബ്ലീഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്തിട്ട് ലീക്ക് ആവാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് പാഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാവിലെ വെച്ചിട്ട് വൈകുന്നേരം അത് ചേഞ്ച് ചെയ്യണം എന്നല്ല, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് 4 മണിക്കൂർ to 6 മണിക്കൂറിനുള്ളിൽ തന്നെ ചേഞ്ച് ആക്കണം. ഒരു 3-4 പാഡ്സ് ഒരു ദിവസം മിനിമം എങ്കിലും നമ്മൾ ചേഞ്ച് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അത് നമ്മളത് യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ടൈമിന് ചേഞ്ച് ആക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാഡാണ് കേട്ടോ. ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു വലിയ ബോക്സിലായിട്ടുള്ള ഒരു പാഡാണ് ഞാൻ മേടിച്ചത്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ആമസോണിലും ബാക്കിയെല്ലാ വെബ്സൈറ്റിൽ വരെയും നമുക്ക് ഇത് ഡെലിവറി ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇത് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോ ഈ പാഡ് വന്നിട്ട് കാർമസി എക്കോ കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാനിറ്ററി പാഡാണ്. ഇത് അടിപൊളി പാഡാണ് കേട്ടോ. ഞാനിപ്പം ഇതിൽ ഏകദേശം കുറച്ച് അത്യാവശ്യം കുറെ ഉണ്ടായിരുന്നു. അതിലിപ്പം 2-3 എണ്ണേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് 700 രൂപയാണ് ഈ ഒരു പാഡിന്റെ ഈ ഒരു പാക്കിന് വരുന്നത് കേട്ടോ. 700 rupees ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പ്രോഡക്ട്സ് മേടിക്കുമ്പോഴും അതിന്റെ എക്സ്പയറി ഡേറ്റ് കൂടിയിട്ട് നോക്കാം കേട്ടോ, ശ്രദ്ധിക്കാൻ നോക്കണം. അപ്പോ ഇത് നമുക്ക് 3 സൈസുകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. എൽ സൈസിൽ വരുന്നത് മീഡിയം ഫ്ലോ ഉള്ളവർക്ക്, XL സൈസിൽ വരുന്നത് ഹെവി ഫ്ലോ ഉള്ളവർക്ക്, അതുപോലെ തന്നെ XXL സൈസ് ഉള്ളവർക്ക് എക്സ്ട്രാ ഹെവി ഫ്ലോ ഉള്ളവർക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ കണ്ടീഷന് വെച്ചിട്ട് നമുക്ക് ഈ പാഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പൊ എൻ്റെ ഉള്ളതിൽ 4 എണ്ണേ ഉള്ളൂ, പക്ഷെ പുതിയൊരു പാക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. കാർമസിന്റെ ഇക്കോ കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള XXL സൈസിലാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പാക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ബാഗിലാണ് ഇത് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും പാഡ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഇത് തുറന്ന് കാണിക്കുന്നില്ല. ഇത് ഇവിടെ ഈ സ്റ്റിക്കർ നമ്മൾ
കളഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് സാധാ യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാർമസിയുടെ പാഡ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം പീരീഡ്സ് ആയിട്ടുള്ള പാഡ്സുകളൊക്കെ ചിലവർ കത്തിച്ച് കളയും, അതേപോലെ തന്നെ അവിടെ ഇവിടെ ഒക്കെ വലിച്ച് കളയും, വീടിന് വെളിയിലൊക്കെ വലിച്ചു കളയും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്പോയിൽ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ യൂസ് ചെയ്ത പാഡ് ഇതിനകത്ത് തന്നെ ഈ ഒരു പാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ആക്കി വെച്ചതിന് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇതിങ്ങനെ ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോരും. ഈ സ്റ്റിക്കർ കണ്ടോ, ഇതേപോലെ ഒളിച്ചു കഴിഞ്ഞാൽ പോരും. അപ്പൊ അങ്ങനെ ഒളിച്ചതിന് ശേഷം ഇങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഈ പാഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ള എന്റെ പുതിയ പാക്കേജ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോ ഇതാണ് നമ്മുടെ പുതിയ കാർമസിയുടെ പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ മേടിച്ചതിന്റെ പുതിയ പാക്ക്, കാർമസിയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും അധികം പാഡ്സുകൾ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. കാണാന്ന് വിചാരിക്കുന്നു, ഇത്രയധികം പാഡ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പാഡ്സ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. അതേപോലെ തന്നെ അബ്സോർബ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ കംഫർട്ടാണ് നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കി പോലെ നമുക്ക് തോന്നത്തില്ല. സ്റ്റെയിൻ പ്രൊട്ടക്ഷന്റെ കാര്യം ഒരു പറയുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പുതിയ സാനിറ്ററി പാഡിന്റെ പാക്ക് 700 രൂപ തന്നെയാണ് കേട്ടോ. അതിൽ 30 പാഡ്സോളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നെന്ന് പറയുമ്പം ഭയങ്കര കവറേജ് ആണ്, സ്റ്റെയിൻ പ്രൊട്ടക്ഷൻ ആണ്, നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതിപ്പം പുതിയ പാക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കവറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഡിസ്പോസിബിൾ ബാഗ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. സേഫ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള നല്ലൊരു ഡിസ്പോസിബിൾ കവർ ആണ് കേട്ടോ. ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. നമ്മള് നേരത്തെ പഴയ പാക്കിൽ കണ്ട പോലെ തന്നെയാണ്. ഇനിയിപ്പം ഇത് യൂസ് ചെയ്യാൻ ടൈം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഉള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പൊ എന്റെ ഇന്നത്തെ പീരീഡ്സ് ഹൈജീന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഫോർമാറ്റീവ് വീഡിയോ, യൂസ്ഫുൾ വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം. എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇൻഫോർമാറ്റീവ് ആണ്, അതേപോലെ തന്നെ യൂസ്ഫുൾ ആണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.